പൊളിറ്റിക്കലി ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ട്രോളാക്കും കുറച്ച് ചെയ്യുമ്പോമാരെ. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരീസിനോട് ബൈ പറയുകയാണ്. അപ്പം 1 വർഷത്തെ സർവീസ് ആയിരുന്നു പാരീസിലുണ്ടായിരുന്നത്. ഇത് ഇനീഷ്യൽ ലാംഗ്വേജ് പഠിക്കാൻ വന്ന ലാംഗ്വേജിനെ അനുസരിച്ച് ലൈക് ഫ്രഞ്ചോ സ്പാനിഷോ അതിനൊക്കെ 1 ഇയർ മതിയാവും. പിന്നെ ചൈനീസോ ജാപ്പനീസോ അങ്ങനെ പോയാൽ 2 ഇയേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്റെ ഫ്രഞ്ചിന്റെ ഇവിടെ എക്സാം കഴിഞ്ഞു. ഇപ്പൊ 1 ഇയറിന്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ എന്റെ ഇവിടത്തെ പണി കഴിഞ്ഞു. നെക്സ്റ്റ് മിഷനിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു IFS ഓഫീസറുടെ മിഷൻ സർവീസ് എന്ന് പറയുന്നത് ഇതിപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ്, ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതായതുകൊണ്ടാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ IFS ഓഫീസറുടെ മിഷൻ അല്ലെങ്കിൽ സർവീസ് 3 ഇയേഴ്സ്. അപ്പൊ ഇനിയിപ്പോ പോകുന്നത് 3 വർഷത്തേക്കാണ്. അതെവിടെയാണെന്നുള്ളത് നമുക്ക് കുറച്ചും വീഡിയോയുടെ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇനിയും ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ നാട്ടിൽ +2 കഴിഞ്ഞതിന് ശേഷം UPSC കോച്ചിങ്ങിന് പോയായിരുന്നു. അത് വിക്രമാദിത്യൻ സിനിമ കണ്ട് IPS ആകാൻ വേണ്ടി പോയതാണ്. സോ അങ്ങനെയുള്ള സമയത്ത് കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് എന്നെ എപ്പോഴും പറയും, എനിക്ക് IFS ആകണം എന്ന്. കാരണം പുറത്ത് പോവാം. അതുപോലെ തന്നെ സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ, വീഡിയോസ് കാണുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതും ശരിക്കും നമ്മുടെ ഫ്രാൻസിലേക്ക് പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയല്ല ഈ ഒരു ക്വസ്റ്റൻ ഉള്ളത്. ശരിക്കും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് UPSC പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് UPSC എക്സാം ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ട് UPSC ഒരു 42 പേജിൽ ഒരു പ്രീമിയർ എവറി ഇയർ അവർ റിലീസ് ചെയ്യും. അതിൽ എന്തൊക്കെ ഉണ്ട്, സിലബസ് ഉണ്ടാവും, ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും, പിന്നെ ഏതൊക്കെ സർവീസ് ഉണ്ട്, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ PDF നന്നായിട്ട് വായിച്ചിട്ട് അതിൽ എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതിന്റെ ബേസിക്സ് പറഞ്ഞാൽ NCERTയും ഇല്ല, നമ്മുടെ കേരളത്തിന്റെ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്ക് 6th to 12th അങ്ങനത്തെ ഒരു ബുക്സ് ആ ബേസിക്. അതിന്റെ ശേഷം അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ബുക്സ് ഉണ്ടാവും, പോളിറ്റിന് സെപ്പറേറ്റ് ആയിട്ട്, ജോഗ്രഫീന് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ പഠിക്കണം. പക്ഷെ ഇതിന്റെ ബേസ് പറഞ്ഞ ഒരു ന്യൂസ് പേപ്പർ, ഡെയിലിയും ന്യൂസ് പേപ്പർ വായിക്കണം. ഹിന്ദു ആയിട്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ആയിട്ട്, എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ടോപ്പ് ടു ബോട്ടം മെയിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ന്യൂസ്, എക്കണോമിക് ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ് എല്ലാം വായിക്കണം. അപ്പോൾ ഒരു ഹാൻഡ് ഹോൾഡ് കിട്ടും, ബോത്ത് ഇൻ റൈറ്റിംഗ്, ഇംഗ്ലീഷിന്റെ നോളജും വൊക്കാബുലറിയും പിന്നെ കറണ്ട് അഫയേഴ്സും. ഇതൊക്കെ കിട്ടിയാൽ പിന്നെ എളുപ്പമായിട്ട് എഴുതാം. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടാവണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടാവണം, പിന്നെ ഒരു 24/7. പിന്നെ അവരവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഹൽബി പറഞ്ഞ പോലെ ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ട് പഠിക്കും, ചില ആൾക്കാർക്ക് ബുക്ക് വായിച്ചിട്ട് പഠിക്കും. അപ്പോൾ അവരവരുടെ സ്ട്രെങ്ത്തും പോസിറ്റീവും നെഗറ്റീവും എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവരുടെ പ്രാക്ടീസും പിന്നെ ടീച്ചിങ് മെത്തഡോളജി ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആകും. അപ്പൊ അതൊരു വലിയ വ്യത്യാസം വരട്ടെ. അപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിതൊക്കെ കേട്ട് ഇങ്ങനെ വിവരിക്കണം. അപ്പൊ ഞാനിത് പഠിക്കാൻ പോയതുകൊണ്ടേ അന്നും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പഠിപ്പിക്കാവുന്ന സാർമാരൊക്കെ ഇങ്ങനെ കുറെ പറയായിരുന്നു. അപ്പൊ അന്ന് ന്യൂസ് പേപ്പർ ഹിന്ദു ഒക്കെ വായിക്കുമായിരുന്നു. സോ ഡെഡിക്കേഷനും അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലേ, ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വളരെ നല്ല കാര്യമാണ് അത്. അതറിയുന്നതും അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എക്സാം ക്ലിയർ ചെയ്യുന്നത് അത്ര എളുപ്പമല്ലോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സോ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇതിന്റെ ലെവൽസ് എങ്ങനെയാണ്? 3 ലെവൽസ് ഉണ്ടല്ലോ. ഫസ്റ്റ് പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അതിൽ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പറും ഒരു ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ ഉണ്ടാവും. ജനറൽ സ്റ്റഡീസിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്, അതൊക്കെ അതിന്റെ പ്രീമിയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ സെക്കൻഡ് ലെവൽ മെയിൻ ലെവൽ എക്സാമിൽ 9 പേപ്പേഴ്സ് എഴുതണം. അതിൽ ലാംഗ്വേജ് എക്സാം, പിന്നെ ജനറൽ സ്റ്റഡീസിന്റെ 4 പേപ്പേഴ്സ്, പിന്നെ ഓപ്ഷണലിന്റെ 2 പേപ്പേഴ്സ് എഴുതണം, പിന്നെ ഒരു essay പേപ്പർ. പിന്നെ തേർഡ് ലെവൽ പറഞ്ഞ ഒരു ഇന്റർവ്യൂ, അത് ഡൽഹിയിൽ ഉണ്ടാവും. ഡൽഹിയിൽ പോയ ഒരു 30 to 35 minutes, ഡിഫറെന്റ് പാനൽസ്, ഒരു 5 members ഉള്ള ബോർഡ്, അവർ എന്തൊക്കെ ചോദ്യം ചോദിക്കണം, ഒരു 30 minutes നമ്മൾ ആൻസർ പറയണം. ഓക്കെ, 3 ലെവൽസ് ആയിട്ടുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ഇപ്പോഴത്തെ സമയത്ത് ചെറുപ്പം തൊട്ടേ, നേരത്തെ പറഞ്ഞ ചെറുപ്പം തൊട്ടേ പിള്ളേർ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറെ കോച്ചിങ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും ഇനിയിപ്പം IAFS ആകാൻ വേണ്ടി, IAFS എന്നല്ല, UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും IAS, IPS, IFS ഒക്കെ ആഗ്രഹിച്ച് അതിനെപ്പറ്റി അറിയാൻ വേണ്ടി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത്, നമ്മളിപ്പം ഈ IFS ഇപ്പം UPSCയുടെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് IAS ഓഫീസറെയോ IFS ഓഫീസറെയോ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അന്നത്തെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്താൽ റെസ്പോൺസ് ചെയ്യുമോ? അതെങ്ങനെയാണ്? കുറെ IAS ഓഫീസേഴ്സും IPS ഓഫീസേഴ്സും അവരവരുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിന്റെ അവരുടെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി,
പിന്നെ ഇപ്പൊ വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് അങ്ങനെയൊക്കെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീ സർവീസസ് ഉണ്ട്. நிறைய ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂട്യൂബിൽ വീഡിയോ ഇടും, ഡെയിലി ന്യൂസിന്റെ അനാലിസിസും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ തരും. ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ ടോപ്പേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ അവരും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇതിപ്പം UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഇത് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ പേര് തപ്പി പിടിച്ച് അവർക്ക് മെസ്സേജ് അയച്ചും എന്തായാലും അത് ഇപ്പൊ യൂട്യൂബ് ചാനൽ ഉള്ളവരുണ്ടാവും, വ്ളോഗ് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അവരെ കോൺടാക്ട് ചെയ്യും. സോ അപ്പൊ ശരി. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു IFS അതായത് UPSC പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടം പോലെ യൂട്യൂബിലും എല്ലായിടങ്ങളിലും ഉണ്ട്, കോച്ചിങ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് അതൊരു വളരെ നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു. പിന്നെ പറയാനുള്ളത് വീണ്ടും നമുക്ക് ബാക്ക് ടു പാരീസ്, മലയാളീസ് ഇൻ പാരീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഇൻ പാരീസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യൻ എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്ത്യൻ എംബസി ഇവിടെ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി എങ്ങനെയാണ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇന്ത്യൻ എംബസിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ എംബസിയിൽ അവരവരുടെ കമ്മ്യൂണിറ്റി ഒരു വിങ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി വിങ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസും ഇങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസേഴ്സാണ്. ആ ഓഫീസേഴ്സ് കോൺടാക്ട് ചെയ്താൽ അവർ അവരുടെ ലിങ്കും അവരുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അസോസിയേഷൻ വഴി എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. ഓക്കെ ഓക്കെ. എന്തെങ്കിലും പേപ്പർ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇവന്റ്സ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ വർഷം ഓഗസ്റ്റ് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ വന്നിരുന്നു. ഇന്ത്യൻ അംബാസഡറിന്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുപോലെ ഏതൊക്കെ പരിപാടീസ് ഇവിടെ നടത്താറുണ്ട് നമ്മുടെ പൊതുവെ നമ്മള് ഇന്ത്യൻ എംബസികൾ? ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ നാഷണൽ ഡേയ്സ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും കമോമറേഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗാന്ധി ജയന്തിന്റെ ഉണ്ടാവും. പിന്നെ യോഗ ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഫെസ്റ്റിവിറ്റീസ് അഫ്കോഴ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വളരെ ആക്റ്റീവ് അല്ലേ. ഫ്രാൻസിലൊക്കെ നോക്കിയാൽ തമിഴ് കമ്മ്യൂണിറ്റിയും മലയാളി കമ്മ്യൂണിറ്റിയും പിന്നെ ഗുജറാത്തി കമ്മ്യൂണിറ്റി എല്ലാം വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ ലൈക്ക് ഓണത്തിന്റെ സെലിബ്രേഷൻ സമയമുണ്ടായിരുന്നു, പിന്നെ പൊങ്കൽ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഹോളിയുടെ സെലിബ്രേഷൻ ഇവിടെ ജാതിന്റെ അഗ്ലോമറേഷനിൽ അത്രയും ഒരു വലിയ ഗ്രാൻഡ് ഈവന്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ എംബസിയിൽ നിന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എംബസിയിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എംബസി അതൊക്കെ ചെയ്യും. ഓക്കെ. അതായത് ഇപ്പം നമ്മൾ ഇന്ത്യൻ ആളുകൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരെന്ന നിലയിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇവന്റ് സംഘടിപ്പിക്കണമെങ്കിലോ അതിൽ നമുക്ക് ഗസ്റ്റുകളായിട്ട് ആൾക്കാരെ വിളിക്കണമെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടുത്തെ ഡിപ്ലോമാറ്റിക്കലി നമ്മളെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പാരീസിൽ ഏകദേശം 1 വർഷത്തെ സർവീസ് കഴിയുകയാണ്. ഇനി പാരീസിലേക്ക് വരണമെന്നുണ്ടോ? ഇനിയിപ്പോ എന്തായാലും 3 വർഷത്തെ സർവീസ് ആണ് വരാൻ പോകുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് അടുത്ത് തന്നെ വരണമെന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും പാരീസിലേക്ക് വരും. പാരീസ് ഒരു നല്ല ഒരു പ്ലേസ് അല്ലേ. ഫ്രാൻസിലെ ഒരു ഡിപ്ലോമാറ്റ്, ഫ്രാൻസ് ഫസ്റ്റ് P5 കൺട്രിയാണ്. പിന്നെ നല്ല റിലേഷൻഷിപ്സ് അപ്പൊ ഇവിടെ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനും അത് നല്ല ഒരു ഉപയോഗം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആക്റ്റീവ് ആണ്. വിൽ നോട്ട് മിസ് ഇന്ത്യ ഇവിടെ വന്ന. ഓക്കെ ശരി. അതായത് ഇപ്പൊ ശരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള അത്രയും ഇന്ത്യൻ മെമ്പേഴ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആക്റ്റീവ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പേപ്പർ വർക്ക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ജോബ്സ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ലൈഫ് അല്ലേ, ഒരു ലിങ്ക് ഉണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ ഗാർഡിനോട് ഏരിയ പോയാൽ അത് സ്വന്തം ഒരു ഇന്ത്യയിൽ പോയ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെയാ അത് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ലൈവ്ലി. ഓക്കെ ശരി ശരി. അതായത് ഡിപ്ലോമാറ്റിക് ആയിട്ടും സോഷ്യലിയും ചേർന്നൊരു സ്ഥലമാണ് പാരീസ്. പാരീസ് പറയുന്നത് വേറെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് കൂടുതലുള്ളത് അമേരിക്കയിലെ ഫസ്റ്റ് ഡയസ്പൊറ, പിന്നെ കാനഡയിലുണ്ട്, ഓസ്ട്രേലിയ, നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ ശരി ശരി. അടുത്തൊരു 3 വർഷം സർവീസിന് പോകണമല്ലോ. അപ്പൊ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുമോ? അത് വേക്കൻസി വരും, വേക്കൻസി അനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് തരാം. പിന്നെ അവരുടെ പ്രൊസീജിയറും ഫോർമാലിറ്റിയും അനുസരിച്ച് അവർ ഡിപ്ലോയ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പാരീസ് ഒക്കെ അത്യാവശ്യം ടോപ്പ് പ്രിഫേർഡിൽ വരുന്നതായിരിക്കും. പാരീസിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെ റിലേഷൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് ഭയങ്കര സ്ട്രോങ് ആണ്. കഴിഞ്ഞ വർഷം 2023 മോദി ഇവിടെ വന്നത്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് വേണം മോദിയെ കാണാൻ പറ്റുന്നത്.
മേ ബി. ഓക്കെ, ശരി. അന്നും മലയാളി അസോസിയേഷനും എല്ലാം ആക്റ്റീവ് ആയിരുന്നു, നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഇനി പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇവിടുത്തെ സർവീസ് കഴിഞ്ഞ് ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഞാൻ ഇന്ത്യയിലെ അടുത്ത ഒരു രാജ്യത്തിനാണ് പോകുന്നത്, ശ്രീലങ്കയിലേക്ക്. ശ്രീലങ്കയിൽ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയുടെ ക്യാപിറ്റലായിരിക്കും അതോ അവിടെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക്? ശ്രീലങ്കയില് ഇന്ത്യയുടെ എംബസി കൊളംബോയിലുണ്ട്, പിന്നെ ഒരു 3 കോൺസുലേറ്റ്സ് ഉണ്ട്. ഞാൻ പോണത് കോൺസുലേറ്റ് ഇൻ ജാഫ്ന. അപ്പം എന്താണ് എക്സ്പെക്ടേഷൻസ്? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പാരീസായിട്ട്. അത് അവിടെ പോയാൽ സ്വന്തം രാജ്യം പോലെ, അപ്പോ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു ഓപ്പൺ മൈൻഡോട് പോകണം. ഓപ്പൺ മൈൻഡിൽ പോയാൽ വാട്ട് എവർ എക്സ്പീരിയൻസ് വരുന്നുണ്ടോ അത് ഫുള്ളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് പോയി അത് മീറ്റ് ആവായിട്ടില്ലെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വരും. പിന്നെ അതുമല്ല തൊട്ടടുത്താണ്, നമ്മുടെ സൗത്ത് സൈഡിന്റെ തൊട്ടടുത്താണ് ശ്രീലങ്ക വരുന്നത്. പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇപ്പൊ നമുക്ക് 1 വർഷത്തെ സർവീസിനിടയ്ക്ക് വെക്കേഷൻസ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ 3 വർഷത്തെ സർവീസിനിടയ്ക്ക് നമുക്ക് എല്ലാ വർഷവും നാട്ടിൽ പോകാൻ പറ്റുമോ? അതോ ഇത് നോർമൽ ഒരു ഗവൺമെന്റ് ജോലി പോലെ CL ഉണ്ടാവും, സിക്ക് ലീവ് ഉണ്ടാവും. പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ മേ ബി ഒരു 15 days 20 days അങ്ങനെ ഒരു ലീവ് അപ്ലൈ ചെയ്തിട്ട് പോകണം. പക്ഷെ ഇവിടെ അതിന്റെ സെക്കൻഡ് ഓഫീസർ, അതായത് നമ്മൾ നോക്കുന്ന ജോലി നമ്മൾ തന്നെ ചെയ്യണം. അതിന്റെ ഒരു ബാക്കപ്പ് ഓഫീസർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. അപ്പൊ ഇനി അടുത്ത 3 വർഷം ജാഫ്നയിലായിരിക്കും. അതെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഇതിന്റെ, അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ പാരീസിൽ ഒരു അംബാസഡർ ഓഫ് ഇന്ത്യ ഉണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതെങ്ങനെയാണ്? അത് സർവീസിൽ ഒരു 18-20 years ആവണം. ഫ്രാൻസ് ഒക്കെ ഒരു P5 ആവശ്യമാണ്. അപ്പോൾ നല്ല സർവീസിന്റെ എക്സ്പീരിയൻസ് വേണം. ടുവേർഡ്സ് എൻഡ് ഓഫ് റിട്ടയർമെന്റ് അങ്ങനത്തെ ഒരു പൊസിഷനിൽ അംബാസിഡർഷിപ്പ് ഇവിടെ കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് ചെറിയ റീജൻസും ചെറിയ കൺട്രീസിലും അവിടെ അംബാസിഡർ ആവാൻ ഒരു 18 to 20 years. അല്ലാതെ നമ്മളിപ്പോ ഈ സിനിമയിലൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പണ്ട് സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ കാണുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ചെറുപ്പക്കാരനായിട്ട് IPS ഓഫീസർ ആകുന്നു, പെട്ടെന്ന് തന്നെ വലിയ റാങ്കിലേക്ക് പോകുന്നു. അത് പോസിബിൾ അല്ല. ഇല്ല, എല്ലാ IASഉം ആയിട്ട് IPSഉം IFS എല്ലാവർക്കും അവരുടെ ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. പാരീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പാരീസിലെ IFS ഓഫീസർ, പാരീസിലെ മലയാളി കമ്മ്യൂണിറ്റിയും, പിന്നെ കുറെ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് UPSC എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ ഇപ്പം പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് കാണുന്നത് IFS ഓഫീസർ രമ്യാണ്. അത് പാരീസിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ IPS ഓഫീസേഴ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു. സോ എന്തായാലും ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഒഫീഷ്യലി വേണമെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ വന്ന് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു, കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതും ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവും, ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ അതിനൊക്കെ വളരെ നന്ദി. അതുപോലെ തന്നെ ഇനി പോകുന്ന ജാഫ്ന മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം പോകുന്ന എല്ലാ സർവീസും എല്ലാ സ്ഥലങ്ങളിലും അടിപൊളിയായിരിക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും റാങ്ക് കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം മേ ബി സമ്മർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പാരീസിലെ അംബാസഡറായിട്ട് കാണാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഒഫീഷ്യലോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം താങ്ക് യു രമ്യ. അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനിയിപ്പം നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ പാരീസിലേക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലോ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു വീഡിയോ, അതായത് ഇന്ന് എംബസിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്ന് എംബസിയിൽ അവിടെ പോയി കഴിഞ്ഞ് ഇവിടെ അടുത്താണ് വീട്, എംബസിയുടെ അടുത്തുമാണ് വീട്. സോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അറിയാലോ ഇപ്പൊ വിന്റർ ആണ്, ജോലി ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. അതുപോലെ തന്നെ വിന്റർ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഇരുട്ടും. സോ നമുക്ക് വീഡിയോ പുറത്തുനിന്ന് ഈഫിൾ ടവറിന് അടുത്ത് നിർത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവർക്കെല്ലാം ഈഫിൾ ടവറിനും അതിനെ പറ്റിയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ പുഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇനി ഫ്യൂച്ചറിലേക്കുള്ള സർവീസിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനസ്സിലായില്ല? എക്സ്പ്ലോറേഷൻസ്. ശരി. അതൊന്നും പറയാമോ? പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ മലയാളീസിനെ കാണാൻ പറ്റുമായിരുന്നു അല്ലേ?
ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ മീറ്റപ്പ് കുറച്ച് ഡിലേഡ് ആയില്ലേ? ഓക്കെ, ഡിലേഡ് ആയി. അതിപ്പം വേറൊന്നുമല്ല, ഞാനിപ്പോ ഇവിടെ ഫ്രാൻസിൽ വന്ന് പഠിച്ചു. നമ്മൾ നോക്കുന്നില്ല നമുക്ക്, കാരണം ഞങ്ങൾ നോക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ളതല്ലാതെ ഇവിടെയുള്ള മലയാളി IPS ഓഫീസറാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പറ്റി നോക്കേണ്ട സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണ്. എംബസിയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ലൈക് സ്റ്റുഡൻസ് ആയിട്ടും ഇല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവരെല്ലാം പോയി എംബസിയിൽ രജിസ്റ്റർ ചെയ്താൽ അവിടെ ഒരു ഡേറ്റാബേസിൽ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി, എന്തെങ്കിലും ഇവിടെ നിന്ന് എവാക്വേഷൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് റീച്ച് ഔട്ട് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവും. സോ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഡിഫിക്കൽട്ടാണ്. ഞാനിതുവരെ ചെയ്തിട്ടുള്ളത്, ഞാനതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എംബസി ഭയങ്കര ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മിക്കവാറും അപ്ഡേറ്റ്സ് ഒക്കെ അയക്കും ഇവന്റിനെ കുറിച്ചും, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അതെല്ലാം അവിടെ പോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് വേറൊരു സാഡായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, നമ്മുടെ പ്രത്യേകിച്ച് സൗത്ത് സൈഡ് മലയാളീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എംബസിയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസിലുണ്ട് അവരുടെ അപ്പിയറൻസ് കുറച്ച് കുറവാണ് അല്ലെ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം ഇൻഡിപെൻഡൻസ് സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു ഇവന്റ് ആയിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ അസോസിയേഷനും ആൾക്കാരൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ജോലി കൊണ്ടായിരിക്കാം. ഞാനിവിടെ പഠിക്കാൻ വന്ന സ്റ്റാർട്ടിങ്ങിൽ എനിക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറവായി നേരത്തെ എനിക്ക് പെട്ടെന്ന് എന്റെ എനിക്ക് കുറച്ച് ക്ലിക്കായി. പക്ഷെ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എൻഡേവേഴ്സ്. ഷുവർ. ബൈ.